പില്ലോയിൽ കിസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചിരിച്ചു പോയനെ. ഞങ്ങൾ നേരിട്ട് കിസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും. ഞങ്ങൾ നേരിട്ട് കിസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തു. ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് ഞമ്മക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. എനിക്കൊരു സംശയം, നിങ്ങൾ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു? അതറിയാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പുറതേ ഇല്ല അല്ലേടി കാന്താരി? എനിക്ക് നല്ല ഇഷ്ടമാണ്. സുഖമായിട്ട് പോന്നു. ഫ്ലാഷ് ബാക്ക്. And we are so excited to ബാക്കിൽ അടികൊണ്ട് മാരുതി വേണ്ട ബാക്ക് പോലെ. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ബോഡി ഷേമിംഗ് ഒക്കെ കമന്റ്സ് അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ? ഇഷ്ടം പോലെ ബോഡി ഷേമിംഗ് ഒന്ന് എനിക്ക് തോന്നിയത് ഫ്രണ്ട് റിലേറ്റഡ് ആയിട്ട് അങ്ങനെയൊക്കെ പറയും. എന്ത് ചെയ്യാനാ ലോറൻസ്? അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ? ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഫ്രണ്ട് കൂടുതലാണ്, ഒരാൾക്ക് കുറവാണ്. അപ്പൊ അത് എല്ലാവർക്കും ഒരേപോലെ ഇരിക്കൂലല്ലോ. ഡ്രസ് മാറിയിടാറുണ്ടോ? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. എനിക്ക് ചെറുതാ, എന്റേത് കയറൂല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരെ ഭർത്താവ് ആരെ ഭാര്യ? എന്താ തോന്നുന്നേ? ലുക്ക് പീസ് എനിക്ക് തോന്നിയത് അതിൽ തന്നെയായിരുന്നു. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. ക്യാരക്ടർ വൈസ് തോന്നിയത് ഈ നൂറ. ഒരു ഹസ്ബൻഡ് വൈഫ് അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് വൈഫ് അങ്ങനെ വിളിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. രണ്ടാൾക്കും വാചകടി വളരെ കൂടുതലാണ്. രാവിലെ പല്ല് തേക്കാറുണ്ടോ? ചോദ്യം ഉണ്ടാകാം. പല്ല് തേച്ചോ? ഇന്ന് പല്ല് തേച്ചോ? ഐ ഹാവ് നെവർ ഹാവ്. ആ ബോർഡ് വെറുതെ തന്നതാ. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലഡിൽ ഒരു ബേബി വേണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എനിക്ക് അഡോപ്റ്റ് ചെയ്യണം, അതെന്റെ ഒരു ഡ്രീമാണ്. 100% ഞാൻ യോജിക്കുന്നു. ചിലര് കല്യാണം കഴിഞ്ഞാൽ തടിക്കും, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതില് ഒരാളൊന്ന്, നിങ്ങൾ രണ്ടുപേരും പെൺകുട്ടികളല്ല, ആണുങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെയാ തടിക്കുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാം വിധിയുടെ വിളയാട്ടം.